എല്ലാവർക്കും നമസ്കാരം. പുനർജൻ ആയുർവേദ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാലങ്ങളായിട്ടുള്ള രോഗമായ പൈൽസ് രോഗത്തെ ശസ്ത്രക്രിയയില്ലാതെ ചികിത്സിക്കുന്ന വിധമെങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതികൾ മൂലം പല ആൾക്കാർക്കും മാറാ രോഗങ്ങൾ വരുന്നുണ്ട്. ഇതിലധികമായി കുറേ പേർക്ക് ഈ പൈൽസ് രോഗം വരുന്നതായി കാണുന്നുണ്ട്. ഈ പൈൽസ് എന്ന് വെച്ചാൽ എന്താ? മലദ്വാരത്തിന്റെ ഞരമ്പുകളിൽ കാണപ്പെടുന്ന ഒരു വീക്കമാണിത്. ഈ തിണർപ്പിനെയാണ് നമ്മൾ പൈൽസ് എന്ന് വിളിക്കുന്നത്. ഈ പൈൽസ് പ്രശ്നമുള്ളവർക്ക് മലം പോകുന്ന നേരത്ത് നരകവേദന അനുഭവിക്കും ഇവർ. അതുകൊണ്ട് ഈ പൈൽസ് രോഗത്തിന്റെ തീവ്രതയും അവസ്ഥയും നോക്കി ഇതിനെ ഇന്റേണൽ പൈൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൈൽസ് എന്നും ഇതിനെ രണ്ട് വിധമായി വകതിരിക്കുന്നു. അപ്പോൾ ഇന്റേണൽ പൈൽസ് എന്താണെന്ന് നോക്കാം. ഈ ഇന്റേണൽ പൈൽസ് വന്നവർക്ക് പുഴുക്കൾ ശരീരത്തിൽ തങ്ങി മലം പോകുന്ന നേരത്ത് വേദനയുണ്ടാക്കും. ഇതുകൊണ്ട് നെഞ്ചെരിച്ചിൽ, വയറ്റിലുണ്ടാകുന്ന പുണ്ണ്, കൂടാതെ കുടൽ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. മലം പോകുമ്പോൾ വേദനയെടുക്കുന്നത് പോലുള്ള ലക്ഷണങ്ങളെല്ലാം ഇവർക്ക് കാണാനിടയുണ്ട്. ഈ പൈൽസ് രോഗം വന്നവർ ഈ രോഗമുണ്ടെന്ന് എത്രയും പെട്ടെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സയ്ക്ക് പോകേണ്ടതാണ്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ പൈൽസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. എക്സ്റ്റേണൽ പൈൽസ് ഉള്ളവർ രോഗത്തിന്റെ തീവ്രത അധികമായി മലം പോകുന്ന പാതയിലൂടെ വന്ന് ഇത് തൂങ്ങി നിൽക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇന്റേണൽ പൈൽസ് ഉള്ളവർ ചികിത്സ ചെയ്യുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പൈൽസ് പ്രശ്നം ഗുരുതരമായി മലം വഴി പുറത്തുവരും. ഇത് എക്സ്റ്റേണൽ പൈൽസായി മാറാനും സാധ്യതയുണ്ട്. ഇതില് എക്സ്റ്റേണൽ പൈൽസ് ഉള്ളവർക്ക് ഇന്റേണൽ പൈൽസ് ഉള്ളവരെക്കാൾ അപകടം കൂടുതലാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ പൈൽസ് രോഗം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഭൂരിഭാഗം ജനങ്ങൾ ഒരേ ഭാഗത്ത് തന്നെ അനങ്ങാതെ ഇരിക്കുന്നതുകൊണ്ട് ഈ രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് രോഗമുണ്ടാവാം. ഇത് പല ടെസ്റ്റുകൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തവർക്കും ഈ പൈൽസ് രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഉള്ളവർക്ക് കൂടി ഈ പൈൽസ് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായ വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലവും കുറഞ്ഞ കാലത്തിനുള്ളിൽ ഈ പൈൽസ് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയുർവേദം മൂലം പൈൽസ് രോഗത്തെ എങ്ങനെ ചികിത്സിക്കാമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിലെ ആദ്യം പൈൽസ് രോഗം അധികമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ത്രിഫല ചൂർണം ഒരു ദിവസം 5 ഗ്രാം സേവിച്ചു കഴിഞ്ഞാൽ ഈ പൈൽസ് കുറച്ചു കുറച്ചായി കുറയുന്നതാണ്. കൂടാതെ ഈ പൈൽസ് രോഗം അധികമായി മൂർച്ഛിച്ചവർക്ക് നല്ല പോഷകങ്ങൾ നിറഞ്ഞ എള്ളെണ്ണയെ ഈ മലദ്വാരത്തിൽ തടവിയാൽ വേദന മാറുമെന്ന് പറയുന്നു. അതിനുശേഷം അവർക്ക് പടിപടിയായി മാറി വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ എള്ളെണ്ണയിൽ നല്ല ഫലം ലഭിച്ചില്ലെങ്കിൽ ഈ ഐസ് കട്ടകളില്ലേ, ഐസ് കട്ടകൾ, അത് നാപ്കിനിൽ വെച്ച് വീക്കമുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വീക്കം കുറഞ്ഞ് തീർച്ചയായും നമുക്ക് ഉടനടി ആശ്വാസം ലഭിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ചിലർക്ക് ഈ വീക്കങ്ങൾ മുറിഞ്ഞ് പുറത്തോട്ട് വരാറുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അവരെ ഇത് നയിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാചകത്തിന് ഉപയോഗിക്കുന്ന ഈ ബേക്കിംഗ് സോഡയെ ചൂടാക്കി ഈ വീക്കങ്ങളുടെ മേൽ തടവിക്കഴിഞ്ഞാൽ വേദന പടിപടിയായി കുറയുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായി ഇത് കാട്ടുമൂലികകളാൽ തയ്യാറാക്കിയ അർഷകുത്തരസ് അല്ലെങ്കിൽ ത്രിഫല ഗുഗുളു, പിന്നെ അഭയരിഷ്ട, ഇതുപോലുള്ള ദശമൂലാരിഷ്ടം ഉപയോഗിച്ചാൽ ഈ വേദനകളെ തടുക്കാനാവും. പിന്നെ ഈ ആയുർവേദ മൂലികകൾ ഉപയോഗിച്ച് ഈ പൈൽസ് രോഗത്തിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരുപാട് ചികിത്സിച്ചിട്ടും ഈ പൈൽസ് രോഗം മാറിയില്ലെങ്കിൽ ആയുർവേദത്തിൽ ഒരു ശസ്ത്രക്രിയ ഇപ്പോൾ ലഭ്യമാണ്. അത് ഹർഷ് അല്ലെങ്കിൽ ശൂരകർണ സൂത്ര പോലുള്ള ചികിത്സകൾ തുടരുന്നത് മൂലം ഈ പൈൽസ് രോഗത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പൈൽസ് രോഗത്തെ ആയുർവേദ ചികിത്സകൾ ഉപയോഗിച്ച് എങ്ങനെ മാറ്റാമെന്ന്. താങ്ക് യു.